ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ സാൻഡ്വിച്ചിന്റെ റെസിപ്പി നോക്കാം. വളരെ ഈസിയാണ്, സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാം. അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് സാൻഡ്വിച്ചിന് ചിക്കൻ പല രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു. അടച്ച് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ കുക്കായതിനു ശേഷം ഇതിലുള്ള വെള്ളമൊക്കെ ഊറ്റിക്കളയുക. എന്നിട്ട് ചിക്കൻ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. ഒന്നുകിൽ കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ കൈ വെച്ച് ഇങ്ങനെ പിച്ചി പിച്ചി എടുത്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ചിക്കൻ എല്ലാം സെറ്റ് ആക്കി എടുത്തു. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ക്യാരറ്റ്, പിന്നെ 3 കളർ ക്യാപ്സിക്കം, പിന്നെ ഞാൻ ക്യാബേജ് എല്ലാം എടുത്ത് ലെറ്റ്യൂസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ചേർക്കാം. ഞാൻ ഉള്ളി ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് ഉപ്പ്, കുരുമുളക്, മയോണൈസ്. ഇത് ഒരു സ്മോക്കി ടേസ്റ്റ് വരുന്ന മയോണൈസ് ആണ്. അപ്പോൾ നോർമൽ വൈറ്റ് മയോണൈസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് ഒറിഗാനോ, കുറച്ച് ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടെ ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസുകൾ ഇതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ആ ഒരു മയോണൈസിൻ്റെ കളറാണ് നമ്മൾ ഈ ഒരു ഫില്ലിങ്ങിൽ കാണുന്നത് കേട്ടോ. അപ്പം നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോർമൽ ബ്രെഡാണ് എടുത്തത്. നിങ്ങൾക്ക് സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് തന്നെ ഫില്ലിങ് നന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പം ഞാനൊരു 3 ലെയറായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഇത് മാത്രം 2 പീസ് വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓരോ ലെയർ കൂടുമ്പോൾ അതിനനുസരിച്ച് ബട്ടറൊക്കെ എല്ലാ പീസസിലും നിങ്ങളാക്കി കൊടുക്കണം ബ്രെഡിൽ. അപ്പോൾ അത് ഞാനിതെല്ലാം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പം നമ്മൾ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തവ വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടർ തേക്കുക. അതിൻ്റെ മേലെ നമ്മൾ ഈ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്ത് തിരിച്ചും മറിച്ചും വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. ഞാനപ്പോൾ ഇതിപ്പം ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അതിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ തനിയെ ഓഫാവും. അപ്പോൾ ആ സമയം വരെ ഞാനിത് വെക്കുന്നുണ്ട്. ആ ഒരു 2 വശം നല്ലൊന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്നില്ല ആ ഒരു കളറാകുമ്പോൾ. ഇതാ ഇപ്പോൾ ഇതുപോലെ ആയി കിട്ടും നമുക്ക്. അടിപൊളിയാണ്. ഇനി നമുക്കൊന്ന് ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്യാം. സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയ ചൂടോടുകൂടി കഴിക്കണം. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ ബ്രെഡൊക്കെ അങ്ങനെ എന്താ പറയുക സോഫ്റ്റ് ആയി പോകും. ആ ഒരു ക്രിസ്പിനെസ്സിനോടെ കഴിക്കണമെങ്കിൽ ചൂടോടുകൂടി കഴിക്കണം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സാധനമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.